ഹായ് ഹലോ. റോസ് ചെടിയൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ റോസ് ചെടിയൊക്കെ നമ്മൾ ഉണങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പൊട്ടിക്കിളിച്ച് പുതിയ തളിരിട്ടോളും. അതുപോലെ തന്നെ നമ്മൾ റോസ് ചെടി നന്നായിട്ട് പൂക്കാൻ വേണ്ടി നമ്മൾ ഇറച്ചി ഒക്കെ അറുക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നിട്ട് അതിൻ്റെ ബ്ലഡ് ശേഖരിച്ച്, അതായത് പോത്തിൻ്റെ ആണേ, ബ്ലഡ് ശേഖരിച്ച് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പൂക്കളൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ പൂക്കൾക്ക് വലിപ്പം കൂടുകയും ചെയ്യും. എൻ്റെ കൂട്ടുകാരനാണേ ഇത്. ഇവിടെ വസിക്കുന്ന ഒരു കുഞ്ഞു ഓന്താണ്. പൂച്ചകളുടെ കണ്ണിൽ പെട്ടാൽ ഇതിനെ കടിച്ച് തിന്നാതെ രക്ഷപ്പെടുത്തും ഞാൻ. അതുപോലെ തന്നെ റോസാപ്പൂ പൂത്ത് കഴിഞ്ഞിട്ട് ഉണങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. എന്നാലേ പുതിയ ശിഖരങ്ങൾ ഒരുപാട് വരത്തുള്ളൂ. റോസ് ചെടിയിൽ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കണം കേട്ടോ. അത് നിന്നാലേ നമ്മുടെ റോസ് ചെടിക്കൊക്കെ ദൂഷ്യമാണ്.